വന്നിട്ട് ഈ വരങ്ങളെല്ലാം പിന്നെ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് അപ്പോസ്തലന്മാരുണ്ട്, പിന്നെ പ്രവാചകന്മാരുണ്ട്. ഇത് പറഞ്ഞു വന്ന് താഴോട്ട് വന്നിട്ട് പറയുന്നുണ്ട് വീര്യപ്രവർത്തികളുണ്ട്, രോഗശാന്തി വരമുണ്ട്, പിന്നെ അന്യഭാഷ വരമുണ്ട്. ഇങ്ങനെ കുറെ വരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ, 12-ാം അധ്യായം. മക്കളെ 12-ന്റെ ലാസ്റ്റ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നു. അല്ല, 12-ാം അധ്യായത്തിന്റെ അവസാന വാക്യം. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെ ദൂതന്മാരുടെ ഭാഷകൾ കേട്ടോ, പൗലോസ് ഇവിടെ പറയുകയാണ് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിക്കും. എന്നിട്ട് പറയുകയാണ് ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധിക്കണം, ഈ ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം, അതിലെന്താ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്? വേറെ ഏതെങ്കിലും പിന്നെ ട്രാൻസ്ലേഷൻ ഇതിന് വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ബെറ്റർ ദാൻ, മറ്റുള്ളതിനെക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്ന്. ഗ്രേറ്റർ ഗിഫ്റ്റ്. ഇവിടെ പൗലോസ് ഒത്തിരി വരങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ പ്രവാചകനുണ്ട്, പിന്നെ അപ്പോസ്തലനുണ്ട്. ഇതെല്ലാം സഭയ്ക്കകത്ത് ഉണ്ട്. കുറെ കാര്യങ്ങളൊക്കെ പൗലോസ് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും അപ്പോസ്തലന്മാരാണോ, എല്ലാവരും പ്രവാചകന്മാരാണോ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊക്കെ ചോദിച്ചു. എന്നാൽ എല്ലാവരും പ്രവചിക്കുന്നില്ല, എല്ലാവർക്കും ഈ വരമില്ല, എല്ലാവരും അപ്പോസ്തലനല്ല, എല്ലാവരും പ്രവാചകന്മാരൊന്നും അല്ല. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ വേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പൗലോസ് അടുത്ത പറയുക. അതാ പൗലോസ് പറഞ്ഞത്, അതിശ്രേഷ്ഠമായ ഒരു മാർഗത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഗ്രേറ്റർ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. പൗലോസ് പറയുക, എല്ലാവർക്കും എന്തില്ല, പ്രവചനമില്ല. എല്ലാവരും ഇടയന്മാര് അല്ല, എല്ലാവരും പ്രവാചകന്മാരോ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരോ അപ്പോസ്തലന്മാരോ അല്ല. അതിന് അതാത് ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ മാത്രമേ അതെന്ത് ചെയ്യുന്നുള്ളൂ, അത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പറയുന്നു, വരം, പല വിധ വരങ്ങളുണ്ട്, അതെല്ലാവർക്കും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ചിലര് പിന്നെ പ്രവചിക്കും, ചിലര് പിന്നെ രോഗശാന്തികളെ വരം ചെയ്യും. ഇതും എല്ലാവർക്കും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, എല്ലാവർക്കും ഒരുപോലെ വേണ്ടതും എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും ലഭിക്കേണ്ടതുമായ ഒരു വരത്തെ കുറിച്ചാണ് അപ്പോസ്തലൻ പൗലോസ് അടുത്ത പറയുന്നത്. അപ്പൊ അതിനെ അപ്പോസ്തലൻ പൗലോസ് വിളിച്ച പേരെന്താണെന്നറിയാമോ? അതിശ്രേഷ്ഠമായ ഒരു മാർഗം, അതിശ്രേഷ്ഠമായ ഒരു ഗിഫ്റ്റ്. മറ്റേ അല്ല, ശ്രേഷ്ഠമായതാണ്, അല്ലെ? അങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രേഷ്ഠമായതാണ്. പക്ഷെ അടുത്തതിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം ശ്രേഷ്ഠമാണ്, എന്നാൽ ഇതെല്ലാം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കീ ഉണ്ട്. മനസ്സിലായോ? ഈ നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റും നിങ്ങൾക്ക് കിട്ടിയ വരവും നിങ്ങൾക്ക് കിട്ടിയ ഓരോ സ്ഥാനങ്ങളും എന്ന് പറഞ്ഞാൽ പ്രവാചകനെന്നോ അപ്പോസ്തലനെന്നോ ഇടയനെന്നോ ഒക്കെ കിട്ടിയ നിങ്ങളുടെ സ്ഥാനങ്ങളും നിങ്ങൾ പ്രാപിച്ച വരങ്ങളും ഒക്കെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു കീ ആയിട്ടുള്ള ഒരു വരം വേണം നിങ്ങൾക്ക്. മനസ്സിലായോ? ആ വരത്തെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
നമ്മൾ ഓർത്തോളം യോഹന്നാന്റെ വിഷയത്തിലാണ്, അധ്യായത്തിലാണ്, ലേഖനത്തിലാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടെ അടുത്ത നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലൻ പൗലോസ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, അതേതാ? ഈ മനുഷ്യരുടെ ഭാഷയിലും ദൂതന്മാരുടെ ഭാഷയിലും സംസാരിക്കുക, അതേതാ? ഈ അന്യഭാഷയിൽ. ഇപ്പൊ മനുഷ്യരുടെ ഭാഷ, നമ്മുടെ ഭാഷ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഭാഷ എന്തിനാ? കമ്മ്യൂണിക്കേഷൻ. ഭാഷ ഇല്ലെങ്കിൽ എന്തില്ല? കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ ഒരേ ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇവിടെ ഇപ്പൊ എനിക്ക് റുമേനിയൻ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. നമുക്ക് പരസ്പരം അറിയാവുന്ന ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. നോക്കിയേ, എല്ലാ ഭാഷയും അറിയാവുന്ന ഒരു വ്യക്തിയുള്ളത് കർത്താവ് മാത്രമേ ഉള്ളൂ. കാരണം ഏത് ഭാഷക്കാരനും സംസാരിച്ചാൽ അവനോട് മറുപടി പറയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ആരാ? കർത്താവ്. തെളിവ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ സകല ഗോത്രത്തിൽ നിന്നും, അടുത്തത് സകല ഭാഷകളിൽ നിന്നും. കണ്ടോ? ശ്രദ്ധിച്ച് ആ വാക്ക് എടുത്ത മക്കളെ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. സർവഗോത്രത്തിലും പിന്നെ ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി എന്ത് ചെയ്തു? അപ്പൊ നോക്കിക്കേ, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ട സകല ഭാഷയിൽ നിന്നുള്ളവർ, സകല ഗോത്രത്തിൽ നിന്നുള്ളവർ, ഈ വാങ്ങപ്പെട്ടവർ. അപ്പൊ നോക്കിക്കേ, ഇവിടെ പ്രത്യേകിച്ച് ജാതിയൊന്നുമില്ല, ഇവിടെ ഗോത്രമില്ല, ഇവിടെ ഭാഷയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകാം, ഈ ഭാഷ, വിവിധ ഭാഷക്കാരായി എവിടെ വരാൻ പോകുന്നത്? സ്വർഗത്തില്. അപ്പൊ ഇനി എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? എന്ത് ചെയ്യും? അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ. അവിടെ ചെന്നാൽ പിന്നെ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അവിടെ ഹല്ലേലൂയ മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന അനന്തരം ഞാൻ സ്വർഗത്തിൽ മഹാപുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ ഞാൻ കേട്ടത് ഹല്ലേലൂയ. ഈ ചിലർ നമ്മൾ ഈ മരണത്തിന്റെ അടക്ക സമയത്ത് നമ്മൾ പറയും, നമുക്ക് അവിടെ ചെന്ന് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ പ്രത്യാശയോടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. സത്യത്തെ അവിടെ ചെന്ന് കാണാൻ പറ്റൂ? നിങ്ങളുടെ അഭിപ്രായം അല്ലേ? അപ്പൊ ഹെവനിൽ ചെല്ലുമ്പോൾ നമുക്ക് പേരൻസ് ആയിട്ടുള്ള റിലേഷൻ അങ്ങനെ എല്ലാവരും ഇൻഡിവിജ്വൽസ് അല്ലെ, ഇവിടെ ഭൂമിയിലുള്ള സിസ്റ്റേഴ്സ് ആണ്, ആ ഒരു റിലേഷൻഷിപ്പ് കാണത്തില്ല. മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ നമുക്ക് എന്തില്ല, ഇവിടുത്തെ റിലേഷൻസ് അവിടെ ഇല്ല. തിരസ്കരിക്കപ്പെട്ട ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ രൂപം തന്നെ ആയിരിക്കത്തില്ലയോ? രൂപമായിരിക്കാം, തീർച്ചയായിട്ടും. തിരസ്കരിക്കപ്പെട്ട അതേ രൂപത്തിൽ തന്നെ കണ്ടത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴേ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. ദ്രവത്വം അദ്രവത്വത്തെയും അവകാശമാക്കിയില്ല എന്ന് ഞാൻ നിങ്ങളോട്. അടുത്തത് മർമ്മം നിങ്ങളോട് പറയാം.
നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണി വെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പൊ രൂപാന്തരം ഉണ്ടാകും. നമുക്കറിയാം, ഈ പണ്ട് എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക്, അതിന് മുകളിലോട്ടുള്ളവർക്ക് അറിയാം, പണ്ട് ഈ തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ ചുമ്മാ ഈ തോർത്ത് വെച്ച് ഇങ്ങനെ കോരി. അപ്പൊ ഞാൻ ഇവിടെ കുറെ വെള്ളം കെട്ടുള്ള സ്ഥലം, വെള്ളക്കെട്ട് ഈ കണ്ടോ, ഇത് തോട്, കൊച്ചു കൊച്ചു തോടുകളൊക്കെ ഉണ്ട്. ഈ കോരുന്ന സമയത്ത് ഒത്തിരി ഈ വാൽമാക്രിയെ കിട്ടും. കണ്ടിട്ടുണ്ടോ? വാൽമാക്രി എന്ത് ഇംഗ്ലീഷ് പറയുന്നത്? അത് തന്നെ. ഈ സാധനം ഇതിനെ കോരി എടുക്കുമ്പോ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് മീനാണെന്നാ വിചാരിക്കുന്നത്. കാരണം ഇതിനെന്തുണ്ട്? ഇച്ചിരി വാലും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചോളൂ ഇഷ്ടം പോലെ. കാരണം ഇത് ഒത്തിരി ഇങ്ങനെ വരുമ്പോ തോർത്ത് വെച്ച് ഇങ്ങനെ കോരുമ്പോ ഇതിനെ കിട്ടും. എന്നാൽ പിന്നീടാ മനസ്സിലായത് ഇത് എന്തല്ല, ഇത് മീനല്ല. ഇച്ചിരി കഴിയുമ്പോ ഇവന്റെ വാലൊക്കെ എന്ത് ചെയ്യും? ഇല്ലാതായിട്ട് ഇവൻ വേറെ രൂപത്തിലേക്ക് എന്ത് ചെയ്യും? അപ്പൊ നോക്കിയേ, രൂപാന്തരപ്പെട്ട് എന്തായിട്ട് മാറി? വാൽമാക്രി എന്നുള്ള പേര് ഇതിനെന്ത് ചെയ്തു? മാറി. അന്നേരം വരെ ഇതിനെ വിളിക്കുന്ന വാൽമാക്രി എന്നാ വിളിക്കുന്നത്. ഇതിനെ കോരി എടുക്കും, മീനാന്ന് പറഞ്ഞ അല്ലെന്ന് കാണുമ്പോ വെള്ളത്തിൽ കളയും, പിന്നെ കോരി എടുക്കും. ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് ഇങ്ങനെ കുറെ വാലുകളൊക്കെ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? ഇതെല്ലാം രൂപാന്തരപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം മാറും. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ കളറ് ശരിയല്ല, നമ്മുടെ ഇരിപ്പ് ശരിയല്ല, നമ്മുടെ ഷേപ്പ് ശരിയല്ല, ഇതെല്ലാം തെറ്റാ, ഇതൊന്നും ശരിയല്ല. പക്ഷേ ഒരു ദിവസം ഇവിടെ പറഞ്ഞത് കണ്ണി എല്ലാവരും നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതിന് ഇംഗ്ലീഷ് നമുക്ക് എഴുതിയിരിക്കുന്നത് 1 Corinthians 15:52. എന്താ നിങ്ങളുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്? When the last trumpet is blown, for when the trumpet sounds, the Christians will be raised. Yeah, and we shall be changed. Change ആയി നമ്മളല്ല. കണ്ടോ? ട്രാൻസ്ഫോംഡ് ബോഡി. കണ്ടോ? ഈ ബോഡി എന്ത് ചെയ്തു? ട്രാൻസ്ഫോംഡ് എന്ന് പറഞ്ഞാൽ മാറ്റപ്പെട്ടു. ഈ ബോഡി ഇതിൽ നിന്ന് ഈ ഷേപ്പ് എന്ത് ചെയ്തു? മാറി. കാരണം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അത് പഠിക്കാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം സ്പേസിൽ പോകുന്നവരെ ഒരു സാധാരണ ഡ്രസ്സ്, ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നത്, സ്പേസിൽ പോകുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ നാസയൊക്കെ സ്പേസിൽ ആളിനെ വിടുന്ന സമയത്ത് അവർക്ക് എത്ര വില കൂടിയത് എത്ര നല്ല ഡ്രസ്സാണെങ്കിലും അതെല്ലാം എന്ത് ചെയ്യണം? മാറ്റിയേ പറ്റത്തുള്ളൂ. അവര് സ്പേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് കൊടുക്കും. അതിനെന്താ പേരെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ ഇത് കൊടുക്കും. ഇത് ഇട്ടോണ്ടേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ. അപ്പൊ ഇതുപോലെ നമ്മൾ ഗോളാന്തരങ്ങൾക്കപ്പുറത്തേക്ക് നാം കണ്ണിമയ്ക്കുന്നതിനിടയിൽ പോകുമെങ്കിൽ നമ്മുടെ ശരീരത്തിനും കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ത് സംഭവിക്കും? രൂപാന്തര ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഫോംഡ് ആയിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? മാറുവാനിടയായിത്തീരും. മനസ്സിലായോ? പോട്ടെ, ഞാൻ മടക്കി വരട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ദൂതന്മാരുടെ ഭാഷ. അപ്പൊ ഈ ദൂതന്മാർ ആരുമായിട്ടാ സംസാരിക്കുന്നത്? ദൈവവുമായിട്ട്, അല്ലേ? അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, അവർ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ദൈവത്തെ നമ്മൾ വായിക്കുന്നു. അപ്പം ഈ ദൈവത്തോട് ദൂതന്മാര് സംസാരിക്കുന്ന ഭാഷ,
അന്യഭാഷ. ഈ അന്യഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും പിന്നെ നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാലും അടുത്തതാ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അടുത്തത്, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. മതി. നോക്കിക്കേ, ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് 3-4 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം ചെയ്താലും. നോക്കിക്കേ, അപ്പൊ ഇതിന്റെ എല്ലാം മേളിൽ നിൽക്കുന്ന കീ ആണ് ഏത്? സ്നേഹം. കണ്ടോ, ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ വലിയ പ്രവാചകനായാലും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഞാന് സകല ജ്ഞാനം എനിക്കുണ്ടായാലും എനിക്ക് മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും എനിക്കുള്ളതെല്ലാം ഞാന് അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. കണ്ടോ, നമ്മൾ ഈ ഭാഗം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, അങ്ങനെ നമ്മൾ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം പോകും. അതിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം അരിച്ചെടുത്ത് വന്നപ്പോ 3 എണ്ണത്തെ കിട്ടി. ഏതൊക്കെയാ? വിശ്വാസം, പ്രത്യാശ. മക്കളെ അതിന്റെ 13-ാം വാക്യം കേട്ടോ. ഇതിന്റെ മുകൾ ഭാഗത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നതാണ്. അപ്പൊ നോക്കിയേ, ബാക്കിയെല്ലാം ഇവിടെ വെച്ച് എന്ത് ചെയ്യും? പോവും. ബാക്കി നമ്മൾ ഇവിടെ കാണിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ട് തീരും. നോക്കിയേ, അപ്പം നിലനിൽക്കുന്നത് ഒന്ന് വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ആരാണോ? നിങ്ങളൊന്ന് വായിച്ചേ, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യമോ? ഇവരെല്ലാവരും അത് കണ്ട് അഭിവർണിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. കണ്ടോ, അപ്പൊ ഈ സാധനം എവിടെ നിലനിൽക്കുന്ന വാക്യം? മറ്റേ വാക്യം കിട്ടെ ഒന്ന് വരുന്ന ലേഖനം കണ്ടോ. ആകയാ വിശ്വാസം ഇത് നിലനിൽക്കുന്നതാണ്. ഇതെന്ത് ചെയ്യുന്നില്ല, വിട്ടുപോകത്തില്ല. ഇവിടെ ഈ ഭക്തന്മാരെ കുറിച്ച് പറയുകയാണ്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ അവർ ഭൂമിയിൽ അത് കണ്ടും അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? വിശ്വാസത്തിൽ മരിച്ചു. അപ്പൊ നോക്കിയേ, ഇവരുടെ വിശ്വാസം എന്തായിരുന്നു? ഇവർ വിശ്വാസത്തിൽ മരിച്ചു എന്നാണല്ലോ പറഞ്ഞത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അവർ വിശ്വാസത്തിൽ മരിച്ചു. എന്താ അവരുടെ വിശ്വാസം? അപ്പൊ ഈ വിശ്വാസം നിലനിൽക്കുവാണ്. ദേശത്ത് അടുത്ത തന്നെ അവൻ വാഗ്ദത്ത ദേശത്ത് അടുത്തറിയോ ഒരു അന്യദേശത്ത് എന്ന പോലെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ വിശ്വാസത്താൽ
കണ്ടോ? വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർക്കും. കണ്ടോ? ഇനി അവന്റെ വിശ്വാസമാണ്. എവിടെ എത്തുമെന്നാണ് അവന്റെ വിശ്വാസം. ദൈവം ശില്പി, മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം, ഇതിന്റെ മറുസൈഡ് ഞാൻ പറയാൻ പോവാം. അബ്രഹാം കാത്തിരുന്ന ആ തന്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടുത്തത് അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം. അപ്പൊ ഇനി അതിന്റെ ഓപ്പോസിറ്റ്, ഇവിടുത്തെ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന നഗരത്തിനോ എന്തു സംഭവിക്കും? നമ്മൾ പാടത്തില്ലേ, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം. നമുക്കറിയാം ഇപ്പം യുദ്ധം പുതിയ നിലയിലേക്ക് മാറിയിരിക്കുക. യുദ്ധങ്ങൾ ഇപ്പൊ ഇസ്രായേലിന്റെ ഒക്കെ യുദ്ധം, ഇസ്രായേല് അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധമൊക്കെ വേറൊരു ലെവലിലേക്ക് അവർ മാറ്റി. എങ്ങനെയാ? ഡ്രോൺ നോക്കിയേ, മനുഷ്യരാരും എന്ത് ചെയ്യണ്ട, വെടിവെക്കാൻ ആര് പൊയ്ക്കോളും, ഡ്രോൺ പൊയ്ക്കോളും. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച എന്തോ പറയുന്നത് ഈ റോബോട്ടുകൾ എന്ത് ചെയ്തോളൂ, എന്ത് ചെയ്യണമെന്ന് അവരെ ഇവിടെ വന്ന് നമ്മൾ ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ പതുക്കെ ഇത് ചെയ്തു കൊടുത്താൽ മതി, അവർ ചെന്ന് എന്ത് ചെയ്തോളൂ. നോക്കിയേ, ആ ഒരു ലെവലിലേക്ക് എത്തി. കേട്ടോ? അപ്പൊ ലോകം അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഏതാണ്ട് വളർച്ചയുടെ ഒരു 98% അപ്പുറം എന്ത് ചെയ്തു, വളർന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതെല്ലാം എന്ത് സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ യുദ്ധമൊക്കെ നടന്ന സ്ഥലങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടാൽ, ഈ സിറിയ, പിന്നെ ലെബനൻ, അതുപോലെ നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാനിലെ പാലങ്ങള്, ഇതൊക്കെ നമ്മൾ കണ്ടാൽ ഇനി അവിടെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത പോലെ എന്ത് ചെയ്തു പോയി. അതുപോലെ ഈ എർത്തുക്കിക്ക് എന്തുവായാലും ഈ പിന്നെ ഭൂമി കുലുക്കം നടന്ന സ്ഥലങ്ങൾ കണ്ടാൽ എല്ലാം വിണ്ട് കീറി അങ്ങ് ഭൂമിക്കടിയിലേക്ക് മനുഷ്യരും അവരുടെ വീടുകളും അങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്തു പോയി. വെള്ളപ്പൊക്കം വന്ന് ഇതെല്ലാം എന്ത് ചെയ്തു, നശിച്ചു. നോക്കിയേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഒരു വലിയ യുദ്ധത്തിലേക്ക് നമ്മൾ പോവാം. അത് നടക്കല്ലേ എന്ന് പറഞ്ഞാണ് ലോക നേതാക്കന്മാര്, ഇവിടുത്തെ എന്തോ UN-ഉം ഇവരും ഒക്കെ കിണഞ്ഞ് ശ്രമിക്കുക. ഇനിയും ഒരു യുദ്ധം എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്, നാശനഷ്ടം ഉണ്ടാകരുത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, എത്ര ലോക നേതാക്കന്മാര് സമാധാനം എന്ന് പറയും. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഇവിടെ വേദന വർദ്ധിച്ചു കൊണ്ടിരിക്കുക അല്ലേ? നോക്കിയേ, സമാധാനം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ നടക്കും, അമേരിക്കയുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ നടക്കും, പുടിൻ വിചാരിച്ചാൽ നടക്കും, ഉക്രൈന്റെ സെലൻസ്കി വിചാരിച്ചാൽ നടക്കും. ഇങ്ങനൊക്കെ പറയും. ഇവര് വിചാരിച്ചാൽ സമാധാനം നടക്കുമെന്ന ലോകം പറയുമ്പോൾ, ഒരിടത്ത് സമാധാനം വരുത്തി ഇങ്ങോട്ട് വരുമ്പോ അടുത്തടുത്ത് എന്ത് വരും, യുദ്ധം തുടങ്ങും. ഇതെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കൈ ചൂണ്ടുന്ന ഒരു ഭാഗമുണ്ട്. ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരു വലിയ യുദ്ധത്തിലേക്ക്. ഈ യുദ്ധത്തോടെ ലോകരാജ്യങ്ങൾ ചേരികളായി രണ്ട് ഗ്രൂപ്പായിട്ട് മാറി ഈ ഭൂമിയിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും.
വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ദൈവവചനത്തിൽ നമ്മൾ ഞാനത് എടുക്കാൻ സമയമില്ല, സമയം ഒത്തിരി മുൻപോട്ട് പോകുന്നല്ലോ. അടുത്ത യുദ്ധത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അവരുടെ കണ്ണുകൾ കണ്ണിന്റെ കുഴിയിൽ വെച്ച് ദ്രവിച്ചു പോകും. നാക്ക് ഈ വായ്ക്കകത്തിരുന്ന് ദ്രവിച്ചു പോകും, അത് അഴുകിപ്പോകും. വചനത്തിൽ, പഴയ നിയമത്തിൽ, പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാനത് എടുക്കുന്നില്ല, പിന്നീടൊരു സമയത്ത് ഞാൻ അതിനെ കുറിച്ച് പറയാം. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് ലോക രാജ്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന അവർ ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ബോംബുകളുമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, ആണവ ബോംബുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, ആറ്റം ബോംബുകൾ പൊട്ടിക്കഴിഞ്ഞാൽ നിൽക്കുന്ന നിൽപ്പിൽ മനുഷ്യന്റെ കണ്ണും നാവും ഒക്കെ എന്ത് ചെയ്യും? അഴുകിപ്പോകും. നിങ്ങൾക്കറിയാം, ഇന്നും നമ്മുടെ കണ്ണൂർ ഭാഗത്താണെന്ന് തോന്നുന്നു, കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഈ കാസർഗോഡ് ഭാഗത്ത് ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് റബ്ബറിന് മരുന്നടിച്ചതാ. എല്ലാം മിക്കവാറും നമ്മുടെ കേരളത്തിലും എല്ലായിടത്തും റബ്ബറിന് മരുന്ന് എല്ലാ വർഷവും അടിക്കുന്നതാണ്. തുരിശടിക്കുക എന്ന് പറയും, ഞാൻ കേട്ടിട്ടുള്ളത്. ഈ കൊണ്ടുവന്ന് എൻഡോസൾഫാൻ എന്ന് പറയുന്ന മാരകമായ വിഷം കൊണ്ടുവന്ന് റബ്ബറിന് അടിച്ചത് മുഖാന്തരം ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മന്ദബുദ്ധികളാണ്. ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ണു കാണാൻ വയ്യാത്ത കുഞ്ഞുങ്ങളാണ്. ഇനി പോട്ടെ, അതിനും പുറകോട്ട് നമുക്ക് പോകാം. ഇത് കുറച്ച് വർഷമായെന്ന് പറയാം. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക കൊണ്ടുവന്ന ബോംബിട്ടു. എന്താ സംഭവിച്ചത്? ഇന്നും അതിന്റെ പ്രതിഫലനം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവര്, കുഞ്ഞുങ്ങൾക്ക് കാലില്ല, കൈയില്ല, സംസാരിക്കത്തില്ല, ബ്രെയിൻ വളർച്ചയില്ല. നോക്കണം, എത്ര വർഷം മുമ്പാ? 45 47 അത്രയും വർഷങ്ങൾക്ക് പുറകിൽ കൊണ്ടിട്ടതാണെന്ന് ഓർക്കണം. ഇതൊക്കെ 10-20 വർഷമായെന്ന് തോന്നുന്നു എൻഡോസൾഫാൻ കൊണ്ടിട്ടത്. ഇന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ അംഗഹീനരായിട്ട് ജനിക്കുന്നു, ഹാൻഡിക്യാപ്ഡായിട്ട് ജനിക്കുന്നു, കണ്ണു കാണുന്നില്ല, അവർക്ക് ബ്രെയിൻ വളർച്ചയില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർത്തോണം, സയൻസ്, ശാസ്ത്രം ഇത്രയും വളർന്നു. ഇനിയും വരുന്ന യുദ്ധമെന്ന് പറയുന്നത് മനുഷ്യൻ നിൽക്കുന്ന നിൽപ്പിൽ അവൻ അഴുകിപ്പോകത്തക്ക നിലയിൽ നമ്മുടെ ഈ ശരീരമൊക്കെ, നമുക്കറിയാം, ഈ ശരീരം അഴുകിപ്പോകാതെ സൂക്ഷിക്കാനുള്ളത് ഉണ്ട്. ബോഡിയൊക്കെ എംബാം ചെയ്ത് ഒക്കെ കൊണ്ടുവന്ന് നമുക്കൊക്കെ അറിയാം. ഇനിയും നമ്മുടെ ശരീരം പല കെമിക്കലുകൾ ബോഡി എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ എന്ത് സംഭവിക്കും? പൊടിഞ്ഞ് വെറും വെള്ളം പോലെ അതിനെ എടുത്ത് എന്ത് ചെയ്യാം? കളയാവുന്ന പരുവത്തിലുള്ള പല കെമിക്കലുകളും കണ്ടുപിടിക്കപ്പെട്ടു. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ഇതെല്ലാം വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താ? കർത്താവ് വരാറായി. മനസ്സിലായോ? കർത്താവ് വരാറായി. ഇന്നത്തെ പ്രവാചകന്മാരും ഇടയന്മാരും അപ്പോസ്തലന്മാരും എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ദിവസം വരും. എന്നാൽ നിലനിൽക്കുന്ന 3 കാര്യത്തെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം മാറിപ്പോകും, ഇതെല്ലാം പോകും. എന്നാൽ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 എന്ത് ചെയ്യും? നിലനിൽക്കുന്നതാണ്. കണ്ടോ? 1 വിശ്വാസം നിലനിൽക്കും. അതാണ് അബ്രഹാം പറയുക. അബ്രഹാമിനെ കുറിച്ചും അന്ന് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ മരിച്ചവരെ കുറിച്ചും ഒക്കെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ അത് കണ്ടും അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. കണ്ടോ? അവർ മരിച്ചു, പക്ഷേ എന്ത് നിലനിന്നു? വിശ്വാസം നിലനിന്നു.
കേട്ടോ. അടുത്തത് പറഞ്ഞു പ്രത്യാശ. കണ്ടോ, പ്രത്യാശ. ഇത് മൂന്ന് കണക്റ്റഡാ. കാരണം ഇവരുടെ വിശ്വാസം, അടുത്തത് ഇവരുടെ പ്രത്യാശ. ഇവർ മരിക്കുന്ന, ഇനി ഈ പ്രത്യാശയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഇച്ചിരി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിശ്വാസത്തിൽ നിലനിന്നവര് മരിക്കുന്നതിന് മുൻപേ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഈ വാക്യം പറഞ്ഞിട്ട് താഴോട്ട് നീട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കഷ്ടം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞു. കാട്ടുമൃഗങ്ങൾക്ക് എറിയപ്പെട്ടവരുണ്ട്, ജനയാടികളുടെയും കോലാടികളുടെയും തോല് ധരിച്ചവരുണ്ട്, പിന്നെ വെട്ടിക്കൊല്ലപ്പെട്ടവരുണ്ട്, ബുദ്ധിമുട്ടും കഷ്ടവും അനുഭവിച്ചവരുണ്ട്, കാടുകളിലും മലകളിലും പോയി താമസിച്ചവരുണ്ട്. ഇങ്ങനെ ഒത്തിരി ഗ്രൂപ്പ്. നമുക്കറിയാം, ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ തീക്കകത്തെറിയപ്പെട്ടവരുണ്ട്. കാട്ടുമൃഗങ്ങൾക്ക്, മക്കളെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ബെക്കി മനസ്സിലാവുന്നുണ്ടോ? കാട്ടുമൃഗങ്ങൾക്ക് എറിയപ്പെട്ട് കൊടുത്തവരുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം? തള്ളി പറയണം. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം? തള്ളി പറയണം. അല്ലെങ്കിൽ യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? തള്ളി പറയണം. ശ്രദ്ധിച്ചോണം. പക്ഷേ ഇവരാരും യേശുവിനെ തള്ളി പറയാതെ ഇവര് സന്തോഷത്തോടെ ഈ കാട്ടുമൃഗങ്ങൾക്ക് ഇരയായി തീർന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഇവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാട്ടുമൃഗങ്ങൾക്ക് ഇരയായാലും ഞങ്ങൾ തീക്കിരയായാലും ഞങ്ങൾ കാടുകളിലും മലകളിലും ഉഴന്നു നടക്കേണ്ടി വന്നാലും ഒരു ദിവസം ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പ്രിയനെ കാണും. അല്ലേ? ദേഹ സഹിതനായി, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട്. ആ ബാക്കി ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് പറഞ്ഞാൽ നിർത്താൻ പോവുകയാണ്. ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമയിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഒന്ന് വായിച്ചേ. ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. കേട്ടോ, ഞാൻ തന്നെ അവനെ കാണും. അതാ പ്രത്യാശ. കേട്ടോ, എന്റെ ത്വക്ക് ഇങ്ങനെ, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. കണ്ടോ ദൈവമക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, വിശ്വാസം, അടുത്ത പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവർക്ക് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ കാടുകളിലും മലകളിലും ഉഴന്നു നടന്നു. കാട്ടുമൃഗങ്ങൾക്ക് അവരെറിയപ്പെട്ടു. തീക്ക് അവരിരയായി തീർന്നു. ശ്രദ്ധിക്കണം. പക്ഷെ അവരുടെ പ്രത്യാശയുണ്ട്. ഇയ്യോബ് നമുക്കെല്ലാം അറിയാവുന്ന വ്യക്തിത്വമാണ്. ഇയ്യോബിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അതൊന്നും വിശദീകരിക്കാനല്ല ഞാൻ വന്നത്. ഇവിടെ പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അടുത്തത്, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായിട്ട് ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്ന് പറഞ്ഞാൽ വല്ലവരും പറഞ്ഞിട്ട് വല്ലവരും കാണുമെന്നല്ല, ഞാൻ തന്നെ എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ ആരെ കാണും? ഞാൻ ദൈവത്തെ കാണും. നോക്കിക്കേ,
സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷീണിച്ചിരിക്കുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്ഷീണിച്ചു, തകർന്നവനായിട്ടും ക്ഷയിച്ചവനായിട്ടും എന്റെ ത്വക്കെല്ലാം ചൊറി പിടിച്ച് വല്ലാതെ ദ്രവിച്ചു പോയിക്കൊണ്ടും ഒക്കെ ഇരിക്കുക. പക്ഷേ ഇതൊന്നും ഞാൻ ദൈവത്തെ കാണുന്നതിന്, ദൈവമക്കളെ, ഇതൊന്നും ഒരു ദിവസം ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നതിന്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്നതായ വ്യഥകൾ, ഇതൊന്നും നിങ്ങളുടെ പ്രത്യാശയെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടമാക്കി കളയരുത്. യോ പറയുകയാണ്, ഇങ്ങനെ എൻ്റെ ത്വക്ക് അങ്ങ് ദ്രവിച്ചു പോയാലും, ഈ ത്വക്കൊക്കെ അങ്ങ് പോയാലും എനിക്ക് പ്രശ്നമല്ല. എനിക്കൊരു പ്രത്യാശയുണ്ട്. ഞാൻ ഒരു ദിവസം ഞാൻ ആരെ കാണും? ഞാൻ ദൈവത്തെ കാണും. ഇതാണ് പ്രത്യാശ. നോക്കിക്കേ, യോബ് ദൈവത്തെ കണ്ടിട്ടാണോ മരിച്ചേ? പക്ഷെ എങ്ങനെ മരിച്ചേ? പ്രത്യാശയോടെ മരിച്ചു. നമ്മൾ ഈ മരിക്കുമ്പോൾ ചിലരുടെ ഈ മേളൊരു ക്യാപ്ഷൻ എഴുതും, എന്താണെന്നറിയോ? പ്രത്യാശയോടെ വിട. പ്രത്യേകിച്ച് ഭയങ്കര രോഗമൊക്കെ വന്ന് വല്ലാത്ത പരുവത്തിലൊക്കെ ആയിട്ട് മരിക്കുന്നവരുടെ മുകളിൽ ക്യാപ്ഷൻ എഴുതും, പ്രത്യാശയോടെ വിട എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് അവർ വിട വാങ്ങി. പക്ഷേ എന്ത് നിലനിൽക്കുന്നു? പറഞ്ഞ പോലെ ഇങ്ങനെ എന്റെ ത്വക്ക് ദേഹം ക്ഷയിച്ചാലും, എന്റെ ത്വക്ക് ദ്രവിച്ചു പോയാലും, ഞാൻ ഒരു ദിവസം എന്റെ ദൈവത്തെ എന്ത് ചെയ്യും? കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട്. എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ ആരെ കാണും? ഞാൻ ദൈവത്തെ കാണും. ഇതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഈ വിശ്വാസം നിലനിൽക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.